അങ്ങനെ അതിനുശേഷം ഇവിടെ ഷീഗോന്റെ അമ്മയും ലിനനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവനാണ് വീട്ടിടാൻ വേണ്ടി അവന്റെ ചെരുപ്പ് പിന്നീട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറയും. ഇതേക്കുന്ന ഷീഗോനെ നാണിച്ചിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവരുടെ കുറെ ചെരുപ്പൊക്കെ ഉണ്ടെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവളുടെ അമ്മയും എങ്കിൽ പിന്നെ ഗസ്റ്റ് റൂം ചെന്ന് അവനെ കാണിക്കുന്നറിഞ്ഞ് ഇവളെ പറഞ്ഞേക്കുമ്പോഴാണ് അതേസമയം അവനും റൂമേത്തിന് ശേഷം ഇവളൊന്നും കൂടെ സമാധാനപ്പെടുത്തും. അപ്പോഴാണ് അവൾക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്നറിഞ്ഞ് അവളും പറയുമ്പം അവൻ ഈ തവണ ഒരു മിസ്റ്റേക്ക് ചെയ്ത് ഇവളുടെ അച്ഛന്റെ കൂടെ ഇവള് സംസാരിക്കുമ്പോ തന്നെ അവൻ പറഞ്ഞായിരുന്നെന്ന് അറിഞ്ഞ് നേരത്തെ വരാത്തിന് സോറി പറയും. അപ്പോഴാണ് ഇവൻ വന്നായിരുന്നെങ്കിലും ഇവനെ കൊണ്ട് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അറിഞ്ഞ് അവളുടെ അച്ഛൻ വഴക്കുറഞ്ഞത് ഇവന്റെ ഭാഗത്തൊരു തെറ്റില്ലെന്നറിയും. അപ്പോഴാണ് എന്നാൽ അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദേഷ്യപ്പെട്ട് കാണത്തില്ലെന്നറിഞ്ഞ് ഇവളുടെ മാൻ അവൻ കാത്തേനെന്നറിയും. അപ്പോഴാണ് അവളും കുറച്ച് വിഷമിച്ചിട്ട് എന്തായാലും അച്ഛനോട് കുറച്ച് ദേഷ്യത്തിലാണ് സംസാരിച്ചതെന്നറിഞ്ഞ് ഇവൾക്ക് അതോർത്ത് വിഷമാകുമ്പം ഇവൾ അങ്ങനെയൊക്കെ സംസാരിച്ചോണ്ട ഇവളുടെ അച്ഛൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് സമാധാനത്തിലായെന്നറിയും. കാരണം ഇതിനു മുമ്പ് വരെ ഇവളുടെ അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. പക്ഷെ ഇവൾ ദേഷ്യപ്പെട്ട ഉടനെ ആ ദേഷ്യമെല്ലാം പോയി അയാൾ സമാധാനപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറി. അങ്ങനെ അതുകൊണ്ട് ഇവൾ ചെയ്ത കറക്റ്റാന്ന് പറയുമ്പം അവളും ഇവനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചാന്നറിഞ്ഞ് ഇവനിപ്പോ ഓക്കെ ആണെന്ന് ചോദിക്കും. കാരണം ഇവളുടെ അച്ഛന്റെ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ ഇവനോടാണ് കൂടുതൽ സഹായം ചോദിച്ചത്. അപ്പോഴാണ് ഇവനോട് സഹായം ചോദിച്ചില്ലെങ്കിൽ അവൻ വിഷമിക്കുന്നറിഞ്ഞ് ഇവനോട് ചോദിച്ചോണ്ട് അവന് സന്തോഷമുള്ളെന്നറിയും. അങ്ങനെ അതുകൊണ്ട് ഇവനെ കൊണ്ട് പറ്റുന്നത്രയും അവൻ സർജറിക്ക് ഹെൽപ്പ് ചെയ്യാന്നറിയും. അങ്ങനെ ഇത് കേട്ട് ഇവൾ താങ്ക്സ് പറയുമ്പോഴാണ് താങ്ക്സ് ഒക്കെ ഇരിക്കട്ടെന്നറിഞ്ഞ് ഇവൾ തന്നേക്കുന്ന ബെഡ്ഷീറ്റ് എന്തുവാ ഈ കറക്റ്റ് ബെഡ് നിൽക്കാത്തേം ചോദിക്കും. അപ്പോഴാണ് ഇത് ചേരുന്നില്ലെന്നറിഞ്ഞ് അവന്റെ കൂടെ ഒരുമിച്ച് അത് ഇട്ട് വെക്കുമ്പോഴാണ് ആ ബെഡിന് അത് കറക്റ്റ് ആയിട്ട് വരത്തില്ല. അപ്പോഴാണ് അവിടേക്ക് ഒരു നമ്മയാണ് ഇവരുടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവരെ ഡിസ്റ്റർബ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷീഗോനും ഓരോ റൂമായിട്ട് ഇവനെ ചുറ്റി കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രാത്രി എന്തായാലും വിശക്കുവാണ് ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് കഴിച്ചോളാൻ പറയുമ്പം അതിനകത്ത് ഫുള്ളും പച്ചക്കറി ആയിരിക്കും. അതുകൊണ്ട് ഇത് പച്ചയ്ക്ക് കഴിക്കാനാണോ ഞാൻ രാത്രി ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് അവളോട് ചോദിക്കുമ്പം അവളിവിടെ ജീവിച്ചപ്പോഴൊക്കെ ഇത് ഫുള്ള് സ്നാക്സ് ആയിരുന്നു പറയും. ഒരു ഇവന് വേണ്ടെങ്കിൽ വേറെ സീക്രട്ട് പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവള് ശേഖരിച്ച് വെച്ച ഡ്രിങ്ക്സ് എല്ലാം അവന് കാണിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് ഇതൊക്കെ വന്ന് എൻജോയ് എന്ന് പറയുമ്പോൾ ഇവൾക്ക് താങ്ക്സ് പറഞ്ഞിട്ട് അടുത്തായിട്ട് ഇവളുടെ അമ്മയുടെ റൂമിലേക്ക് ചെല്ലും. അങ്ങനെ അവിടുത്തെ ഫ്ലവർസ് ഒക്കെ കാണിച്ചു തന്നിട്ട് അവളുടെ അമ്മയുടെ റൂം തന്നെ കാണാൻ ബ്യൂട്ടിഫുൾ ആണ്. ഇവനോട് ആ കാര്യമൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ അച്ഛനും ഇവളോട് അങ്ങനെ സംസാരിച്ചതിനൊക്കെ സോറി പറഞ്ഞിട്ട് ഇന്ന് സംഭവിച്ചത് ഇവളോട് വിശ്വാസമില്ലാത്ത കൊണ്ടൊന്നല്ല, അദ്ദേഹം കുറച്ച് സങ്കടത്തിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ആ പോലീസ് കേസിനെ കുറിച്ച് ആലോചിച്ച് ഇവളോട് അങ്ങനെ ദേഷ്യപ്പെട്ടെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അച്ഛൻ ഇവളോട് സോറി പറയുമ്പം ഇവളാണ് തിരിച്ചൊന്നും പറയാതെ ആ മെസ്സേജ് മാത്രം വായിച്ചു വയ്ക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവള് ലിന്നിനോട് ഇവളും കുഴപ്പമില്ലെന്ന് അവളുടെ അച്ഛനോട് പറയാൻ തോന്നിയാലും അവളെ കൊണ്ട് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. ഇത് കേട്ടിട്ട് ഈ ഒരു അവസ്ഥയിൽ അവൻ ഇരുന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇവളെ കുറിച്ച് അവന് മനസ്സിലാക്കാൻ പറ്റുന്ന പറയും. അപ്പോഴാണ് ഇവനെന്തോ അവസ്ഥ എന്നറിഞ്ഞ് അവളെ ചോദിച്ചു മനസ്സിലാക്കുമ്പം അവളെയും വിളിച്ചോണ്ട് പുറത്തേക്ക് ചെന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. സത്യത്തിൽ ഇവന്റെ അച്ഛൻ മരിക്കാനുള്ള കാരണം അവന്റെ അപ്പൂപ്പൻ അദ്ദേഹത്തിന് ഒരു തെറ്റും ചെയ്യാതെ വേറൊരു കമ്പനിയിലേക്ക് മാറ്റിയതുണ്ടാന്നറിയും. അങ്ങനെ അതുകൊണ്ട് അവന്റെ അപ്പൂപ്പനോട് അവൻ അന്നേ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഇവന്റെ അപ്പൂപ്പന് ഒരു സർജറി വന്നപ്പോ ഇവനാണ് അകത്തേക്ക് കയറാതെ പുറത്ത് തന്നെ കുറെ സമയം വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് ഇവളുടെ അവസ്ഥയെ പോലെ ആയിരുന്നു അറിയും. അങ്ങനെ സർജറി സക്സസ് ആണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ അവൻ അവിടെ നിന്ന് പോയുള്ളൂ. പക്ഷെ അതുവരെ അവന്റെ അപ്പൂപ്പനെ അവൻ കാണാൻ പോയില്ല. അങ്ങനെ ആ സമയത്ത് ഇവന് 15 വയസ്സുകളെന്ന് അറിഞ്ഞ് ആ കാര്യമൊക്കെ പറയുമ്പം ഇവളാണ് വിഷമിച്ചിട്ട് ഇവൻ ആ പ്രായത്തിൽ കുറെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞ് അവൾ സങ്കടത്തിലാവും. അപ്പോഴാണ് ഇതേക്കുന്ന അവനും ഇവളെ ആശ്വാസപ്പെടുത്താൻ നോക്കിയ അത് ബാക്ക് ഫയർ ആയി ഇവളുടെ മോഡ് മൊത്തത്തിൽ പോയാൻ ചെയ്യും. അതോടെ ഇവൻ വിചാരിക്കുന്ന പോലെ തന്നെ ഇവളെ സ്നേഹിക്കുന്ന ആൾക്കാരെയും അവൾ വിട്ടുകൊടുക്കത്തില്ലെന്നറിഞ്ഞ് അവനെ ഹഗ് ചെയ്യും. അങ്ങനെ അതിനുശേഷം അവനും എന്തായാലും ഇവളുടെ അച്ഛനോട് സിമ്പിൾ ആയിട്ടെങ്കിലും എന്തായാലും മെസ്സേജ് അയക്കാൻ പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിലും ഇവൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവൻ പറഞ്ഞേ കേട്ടിട്ട് ഇവളിപ്പോ പറയാൻ വന്ന ഡയലോഗ് കുറെ താമസിച്ചാലും അവളിപ്പോ ഇത് പറഞ്ഞേ പറ്റത്തുള്ളെന്നറിഞ്ഞ് ഇനി ഇവന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഇവൾ കൂടെ കാണുന്നറിയും. അതിനുശേഷം അടുത്ത ദിവസം ഇവളെ ഷീവാൻ ലിന്നും കൂടെ കമ്പനി ഒരു വർക്ക് വിഷയമായിട്ട് പോകുമ്പം ഇവളുടെ അമ്മൂമ്മയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരേണ്ടെന്നറിഞ്ഞ് അവിടെ തന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. കാരണം ഇന്നലെ ഷീഗോന്റെ അച്ഛൻ ഫോൺ വിളിച്ച് ഇവരോടും കൂടി സോറി പറഞ്ഞ് കൂടെ സ്വന്തമായി ആശുപത്രി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവരിങ്ങനെ വഴക്കുണ്ടാക്കി വീട്ടിലിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം ഷീഗോൻ ഇന്നലെ വഴക്കുണ്ടാക്കിക്കൊണ്ടായിരിക്കും അവളുടെ അച്ഛൻ ഇത്ര സമാധാനത്തിൽ സോറിയൊക്കെ പറഞ്ഞെന്നറിഞ്ഞ് ഇവൾ ചെയ്ത നല്ല കാര്യമെന്ന് പറയും. അപ്പോഴാണ് എന്തായാലും സർജറി ബാധിക്കാത്തതുകൊണ്ട് അവൾക്ക് സന്തോഷമുള്ളെന്നറിഞ്ഞ് അവളുടെ അമ്മമ്മയോട് സംസാരിക്കുമ്പോഴാണ് ഇവളുടെ അച്ഛനെ സമാധാനപ്പെടുത്താൻ കുറെ പറഞ്ഞു നോക്കി. പക്ഷെ ഇന്നലെ ഇവളുടെ വഴക്ക് കേട്ടിട്ട് അവസാനം സമാധാനമായെന്നറിഞ്ഞ് ഇവളുടെ കൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞാണ് കാണിക്കുന്നത്. അങ്ങനെ ഷീഗോന്റെ അച്ഛന്റെ സർജറി ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് നടന്നു കഴിയും. അങ്ങനെ അതിനുശേഷം അവളുടെ ആന്റി അങ്കിളും കൂടെ അവളുടെ അച്ഛനെ കുറിച്ച് തിരക്കുമ്പോഴാണ് അവള് സർജറി ഒക്കെ ഓക്കെ ആയി. പക്ഷെ അവളുടെ അച്ഛന്റെ ചെവിക്ക് ഇപ്പോഴും ചെറിയ കുഴപ്പമുണ്ടെന്ന് അറിയും. അങ്ങനെ അത് കുറെ ട്രെയിനിങ് ചെയ്താലേ മാറാൻ ചാൻസ് ഉള്ളു. അങ്ങനെ അതിനെ കുറിച്ച് ഇവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സമയം ഇവളുടെ അച്ഛനെ കാണിക്കുവാണ്. അങ്ങനെ അദ്ദേഹം കുറെ ചെവി ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇത് പെട്ടെന്നെല്ലാം മാറാൻ വഴിയുണ്ടോന്ന് ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ അയാളാണ് ഡെയിലി ട്രെയിനിങ് ചെയ്താല് ചെറിയ ഇമ്പ്രൂവ്മെന്റ് ആയിരുത്തുള്ളൂ അറിഞ്ഞ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് പോകും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് ഷീഗോൻ ഇവളുടെ അച്ഛനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അതേസമയം ബിസിനസ് കാര്യമായിട്ട് തന്നെ ഇവളുടെ അച്ഛനെ കാണാൻ വേണ്ടി സെക്രട്ടറി വരും. അങ്ങനെ അദ്ദേഹം മറ്റേ പുതിയ
കമ്പനിയെ കുറിച്ച് സംസാരിക്കുമ്പം ഷീഗോനാണ് ഇവളിവിടെ നിൽക്കുവാണ്, പിന്നെ ഇതിനെ കുറിച്ചെല്ലാം പുറത്തുപോയ ഇവളായിരിക്കും സംശയിക്കുന്നതെന്ന് അറിഞ്ഞ് അവൾ പോകാൻ നോക്കും. അപ്പോഴാണ് അവളുടെ അച്ഛൻ അത് കണ്ടിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇനി അങ്ങനെയൊന്നും ആലോചിക്കത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് സെക്രട്ടറി അവിടെ നിന്ന് പറഞ്ഞതിന് ശേഷം അച്ഛനാണ് ഷീഗോനോട് ബിസിനസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ലിന്നും ഷീഗോനും കൂടെ അവളുടെ ആന്റി ആയിട്ട് ഒരു ലേലത്തിന് പോകും. അങ്ങനെ ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇവർ പോകുന്നത്. പക്ഷെ അതേ വസ്തുവിന് വേണ്ടിയാണ് ലിന്നിന്റെ കസിൻ അവിടേക്ക് വന്നേക്കുന്നത്. അങ്ങനെ അവന്റെ ഗ്രൂപ്പ്സായിട്ട് ഇവരൊന്നും മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ ഷീഗോനാണ് കണ്ടിട്ട് ഇവന്മാരെന്തോ ഇങ്ങോട്ട് തിരിഞ്ഞൊരു നോക്കാത്തേന്ന് അവൾ വയ്ക്കും. അപ്പോഴാണ് ലിന്നും ചിലപ്പോൾ നമ്മളെ കണ്ട് പേടിച്ചിട്ടായിരിക്കും ആദ്യം തന്നെ ഇവിടെ പോയെന്നറിഞ്ഞ് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഷീഗോന്റെ ആന്റിയും എന്തായാലും അകത്ത് കുറെ സമയം എടുക്കുന്നുണ്ട്, ഇവർ രണ്ടിനും പുറത്തുനിന്ന് എൻജോയ് ചെയ്യാൻ പറയും. അപ്പോഴാണ് ലിന്നും ആ മുമ്പേ തന്നെ കറങ്ങാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കോന്ന് അറിഞ്ഞ് അവരെ പറഞ്ഞേക്കുമ്പം ഷീഗോൻ ഇവളോട് പറയാതെ ഇവൻ എന്തോ പ്ലാൻ ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവര് വസ്തു ലേലത്തിന് വാങ്ങിക്കുമ്പോൾ ഇവനൊരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി പോകാന്നറിഞ്ഞ് ഇപ്പൊ ഇവളെയും വിളിച്ചോണ്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫാണ് ഈ ഏരിയയിൽ ഈ വീടാ കാണാൻ കിട്ടില്ലെന്ന് പറഞ്ഞ് അവരാ വീട് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഷീഗോനും ഇതൊക്കെ കണ്ടിട്ട് ഇവൻ ആർക്ക് വേണ്ടി ഈ വീട് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പം അവനാണ് ഇവരുടെ ഒരു ഫ്യൂച്ചർ ജീവിക്കാൻ വേണ്ടിയാ ആ വീട് വാങ്ങിക്കാൻ പോകുന്നതെന്ന് പറയും. അത് കേട്ട് അവള് മൊത്തം ഷോക്കായി പോകുമ്പോഴാണ് അവന് ലേസർ ലൈറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇവള് ഫ്യൂച്ചറിൽ ഇപ്പൊ പുതിയ കമ്പനി പണിയാൻ വന്ന ആ സ്ഥലത്താണ് ജോലി ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഇവനും ഇവന്റെ പ്രൊഫസറിന്റെ കൂടെ ലാബിൽ അടുത്ത് തന്നെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടുപേരും കറക്റ്റ് ഈ സ്ഥലത്ത് താമസിക്കുവാണ് ഈസി ആയിട്ട് വന്നു പോകാന്ന് പറഞ്ഞ് അവൻ അതുകൊണ്ട് ഈ പ്ലേസ് ചൂസ് ചെയ്തെന്ന് പറയും. അതോടെ മറ്റേ സ്റ്റാഫും അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് കല്യാണം കഴിച്ച നിങ്ങൾക്ക് ഈ സ്ഥലം തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചോയ്സ് ആണെന്ന് പറഞ്ഞ് അവരും കുറച്ച് എക്സ്ട്രാ കെയർ ചെയ്ത് ഇത് വാങ്ങിക്കാൻ വേണ്ടി പറയുമ്പം ലിന്നാണ് അങ്ങനെ സമ്മതിക്കണ്ട, ഇനി 2-3 സ്ഥലമൊക്കെ അവന് നോക്കാൻ പോണെന്ന് പറയും. അത് കേട്ട് അയാൾ മൊത്തത്തിൽ പേടിച്ചു പോയി. ഓ അങ്ങനൊന്നും പറയണ്ട, ഇതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് വേറെ ഏത് വീട് ഇവിടെ ഉള്ളത്, കൂടാതെ ഇപ്പൊ തന്നെ ഞങ്ങൾ വീട് തരാൻ തയ്യാറാ, പക്ഷെ മറ്റേ സ്ഥലത്ത് വെച്ച് ചോദിച്ചു നോക്ക്, അതൊക്കെ കുറെ സമയം എടുക്കും എന്ന് ഇയാൾ പറയുന്നിട്ട് അവർക്ക് ചിരി വരുമ്പോഴാണ് ഷീഗോനാണ് അപ്പൊ ഇവൻ ഇത് മുമ്പേ പ്ലാൻ ചെയ്താണെന്ന് ചോദിക്കും. അപ്പോഴാണ് ലിന്നും ഇവളറിയാതെ സീക്രട്ട് ആയിട്ട് അവൻ റിസർച്ച് ചെയ്തോണ്ടിരിക്കാന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഓരോന്നായിട്ട് നമുക്ക് നോക്കിത്തരാന്ന് പറഞ്ഞ് ഇന്ന് കുറെ സമയം ഉണ്ടെന്ന് പറയുമ്പം ഇത് കേട്ട് ആ സ്റ്റാഫ് മേടിച്ചിട്ട് അയ്യോ അങ്ങനെ പറഞ്ഞങ്ങനെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്, നിങ്ങൾ ഇവിടെ വീടെടുക്കുവാണ് ഡെയിലി ഞാൻ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് ഞണ്ട് വാങ്ങിച്ചു തരാം എന്നിന് അയാൾ ഓരോന്നും പറഞ്ഞ് പിടിച്ച് നിർത്താൻ നോക്കുമ്പം ലിന്നാണ് ഇവനോട് പറഞ്ഞാൽ പോരാ എല്ലാം ഷീഗോനോട് സംസാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നറിഞ്ഞ് അവളെ സമാധാനപ്പെടുത്താൻ പറയും. അങ്ങനെ അതോടെ സ്റ്റാഫും പെട്ടെന്ന് അവളെ മൈക്കെടുക്കാൻ വേണ്ടി നോക്കും. മാം ഇവിടെ നിങ്ങൾ താമസിച്ചു നോക്ക്, ഇവിടത്തെ വൈബ് മൊത്തത്തിൽ പൊളിയാണ്, കാരണം ചുറ്റും നാച്ചുറാണ് നിങ്ങളെ ചുറ്റി നിൽക്കുന്നത് എന്നിന് അയാൾ ഓരോന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഷീഗോനാണ് ചിരി വന്നിട്ട് എങ്കിൽ പിന്നെ വീടൊന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇപ്പൊ അവിടേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം ഷീഗോൻ ലിന്നും കൂടെ തിരിച്ച് അവളുടെ ആന്റിയെ വിളിക്കാൻ വേണ്ടി വരുമ്പോഴാണ് ലിന്റെ കസിന് ഭയങ്കര ദേഷ്യത്തി അവനൊന്നും പറയാതെ അവന്റെ കൂട്ടത്തോടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവന്റെ കസിനാണ് വീണ്ടും അടുത്തേക്ക് വന്നിട്ട് ഇവൻ മനഃപൂർവ്വം ചതി ചെയ്തിട്ടല്ലേ ഇവനെ പൊട്ടിച്ചെന്ന് പറഞ്ഞ് അവൻ ഈ കാര്യം ഇപ്പൊ തന്നെ അപ്പൂപ്പനോട് ചെന്ന് പറയാൻ പോവാന്ന് പറയും. ഇത് കേട്ട് ഷീഗോനെ ലിന്നും എങ്കിൽ പിന്നെ നീ പറഞ്ഞൊരു ഗുഡ് ന്യൂസാ, എന്തായാലും നീ തോറ്റെന്ന് ഇപ്പൊ ഉറപ്പായി, അതുകൊണ്ട് നിനക്ക് അപ്പൂപ്പനോട് സംസാരിക്കാൻ ധൈര്യം വന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ, അതിൽ അപ്പൂപ്പനും സന്തോഷപ്പെടും, അതുകൊണ്ട് മുമ്പോയിക്കോ എന്നിന് അവന്റെ കസിനെ പറഞ്ഞേക്കും. അതോടെ ഷീഗോനാണ് അപ്പൊ ഇവളുടെ ആന്റി ആണോ ആ സ്ഥലം വാങ്ങിച്ചെന്ന് പറഞ്ഞ് അവള് ചോദിക്കുമ്പം ലിന്ന് 100% അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ഇവ രണ്ടും നോക്കുമ്പോഴാണ് അവളുടെ ആന്റി പുറത്തേക്ക് വന്ന് സന്തോഷത്തിൽ ഇവർക്ക് തന്നെ ആ സ്ഥലം കിട്ടിയെന്ന് പറയും. അതേസമയം ഇവിടെ ലിന്നിന്റെ അപ്പൂപ്പനാണ് ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ട് അവന്റെ കസിന് ബിസിനസ്സിന് ഒരു ടാലന്റ് ഇല്ലെന്ന് തീരുമാനിക്കും. അതുകൊണ്ട് ഫ്യൂച്ചറിനെ അവന്റെ ഏൽപ്പിക്കത്തില്ലെന്ന് ഇങ്ങേര് ഇവിടെ ഉറച്ചിരിക്കുമ്പം അവന്റെ അച്ഛനാണ് എല്ലാം ലിൻ ചതിച്ചിട്ടാന്ന് അറിഞ്ഞ് അവൻ കാരണം ഇങ്ങനെ സംഭവിച്ചെന്ന് പറയും. അല്ലാതെ അയാളുടെ മോൻ വിജയിച്ചതെന്ന് പറയുമ്പം ഇത് കേട്ട് അപ്പൂപ്പനും ദേഷ്യത്തി ഈ ഒറ്റർണത്തി അവൻ തോറ്റിട്ടുള്ള ഇതിനും എത്ര പ്രാവശ്യം തോറ്റിട്ടുണ്ട്, അവൻ കാരണം ചീത്തപ്പേര് നമുക്ക് കിട്ടുന്നുള്ളു, കൂടാതെ നിന്റെ മകന് നിനക്ക് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ തലേ കയറത്തില്ല, തോറ്റെങ്കിൽ നീ തോറ്റം സമ്മതിക്കണം, അല്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഇവിടെ നിന്ന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്നിനെ ലിന്നിന്റെ അങ്കളെ ദേഷ്യത്തെ അവിടെ നിന്ന് പറഞ്ഞയക്കും. അതിനുശേഷം ലിന്നിന്റെ അപ്പൂപ്പനാണ് വിഷമിച്ചിട്ട് ഇനി ഫ്യൂച്ചർ ആരുടെ ഏൽപ്പിക്കാനെന്ന് അറിയാതെ അയാൾക്ക് ഇപ്പോഴാണ് ലിന്നിന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഭയങ്കര ടാലന്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ അദ്ദേഹം ജീവനോടില്ലാത്തോണ്ട് അടുത്തതായിട്ട് ലിന്നിനെ കാണാൻ വേണ്ടി തീരുമാനിക്കും. ഇതേസമയം ഷീഗോന്റെ അച്ഛനും അവർക്ക് ആ സ്ഥലം കിട്ടിയെന്ന് അറിഞ്ഞ ഉടനെ അദ്ദേഹവും ഭയങ്കര സന്തോഷത്തിൽ ഷീഗോന് ഭയങ്കര ടാലന്റ് എന്നറിഞ്ഞ് അതാണ് എന്റെ മകൾ എന്നറിഞ്ഞ് ഇവിടെ ഭയങ്കര പൊങ്ങച്ചത്തിരിക്കും. അപ്പോഴാണ് ഇദ്ദേഹത്തിന് സെക്രട്ടറിയും അതൊക്കെ ഇരിക്കട്ടെ മിസ്റ്റർ ചെൻ, പക്ഷെ മറ്റേ ലിന്റെ അങ്കിള് നിങ്ങളോട് ദേഷ്യപ്പെടത്തില്ലേ, അങ്ങേറെ മകനല്ലേ പൊട്ടിപ്പോയ എന്നിന് ഇയാൾ ചോദിക്കുമ്പം അവളുടെ അച്ഛനാണ് അവന്റെ മകൻ യൂസ്ലെസ് ആണെങ്കിൽ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വേറൊരു സ്റ്റാഫാണെ വന്നിട്ട് മറ്റേ നിയാൻ അവളുടെ അമ്മയും താമസിക്കുന്ന ആ വില്ല ഇതുവരെ പൈസ ഒന്നും അടച്ചില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അത് എന്തോ
ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇപ്പൊ ഷീഗോന്റെ അച്ഛനോട് ചോദിക്കുമ്പം അദ്ദേഹമാണ് എന്തായാലും അയാളുടെ സ്ഥലമല്ലെന്ന് പറഞ്ഞ് അത് വിറ്റോളം പറയും. അങ്ങനെ അതിനർത്ഥം നിയാനും അവളുടെ അമ്മയും അവിടെ നിന്ന് പറഞ്ഞയക്കാനാ. അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ എടുത്ത ഡിസിഷന് വല്ലതും തെറ്റുണ്ടോന്ന് ചോദിക്കുമ്പം ഇദ്ദേഹം സ്റ്റാഫാണ് അങ്ങനൊന്നില്ലെന്ന് പറഞ്ഞ് എന്തായാലും ഇദ്ദേഹം അവരോട് കാണിച്ച കെയറിങ് പോലും തിരിച്ച് ഇങ്ങോട്ട് കാണിച്ചില്ലെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് നാണം കെടുത്താൻ വേണ്ടി പോലീസ് സ്റ്റേഷനൊക്കെ പോയെന്ന് പറഞ്ഞ് ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ഇദ്ദേഹം ഷീഗോന്റെ അച്ഛനും ഇത്രയും വർഷം കൂടെ ഇരുന്നുണ്ട് നീ കറക്റ്റ് ആയിട്ടാ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവര് സംസാരിച്ചോണ്ട് പുറത്തേച്ചില്ലും. അങ്ങനെ അതിനുശേഷം ഷീഗോന്റെ അച്ഛനും വീട്ടിൽ പോകുന്ന വഴിക്ക് ഒന്നും കൂടെ ഷീഗോന് കൺഗ്രാജുലേഷൻ പറയും. അപ്പോഴാണ് വീണ്ടും ഷീഗോനും അവളുടെ അമ്മയുടെ കൂടെ ജീവിച്ച ആ പഴയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് നോക്കുന്നത്. അങ്ങനെ എല്ലാം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് സത്യത്തിൽ സന്തോഷമായിട്ടുള്ള ജീവിതം എന്തുവാന്ന്. അങ്ങനെ അതിനുശേഷം നിയാന്റെ അമ്മയെ വിളിച്ച് അവരപ്പം തന്നെ സ്ഥലം മാറാൻ വേണ്ടി പറയും. കാരണം ഷീഗോന്റെ അച്ഛൻ ആ സ്ഥലം വിൽക്കാൻ പോകാന്ന് പറയുമ്പം ഇത് കേട്ട് ആ ലേഡിയാണ് അങ്ങേര് പറഞ്ഞ ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ഇവരിവിടെ നിന്ന് മാറാൻ പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഷീഗോന്റെ അച്ഛൻ ഇപ്പം തന്നെ കാണുമെന്ന് പറഞ്ഞ് അങ്ങേര് എവിടാൻ ചോദിക്കുമ്പം ആ സ്റ്റാഫാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇവരെ കാണാൻ ആഗ്രഹമെന്ന് പറഞ്ഞ് വെറുതെ സീൻ ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ സ്ഥലം മാറി തരാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഇവരാണ് അതൊരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവർ വേറെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ആ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ വിളിച്ചോണ്ട് വരുമ്പോഴാണ് ആ നിയാന്റെ അമ്മയും സ്നേഹ അവരൊക്കെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ അതുകൊണ്ട് ആ വാങ്ങിക്കാൻ വന്നവരും ഈ ലേഡി ആരെന്ന് പറഞ്ഞ് അവരെ കുറിച്ച് തിരക്കുമ്പം അവരാണ് ഇത്രയും വർഷം ഇവിടെ താമസിച്ചിരുന്നാന്ന് പറയും. പക്ഷെ ഇപ്പം ഇവിടെ നിന്ന് മാറുള്ള കാരണം അവരുടെ ഭർത്താവ് ഇവിടെ തൂങ്ങി മരിച്ചോ എന്ന് പറയുമ്പം ഇത് കേട്ട് അവരാണ് മൊത്തം ഷോക്കായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് വിൽക്കുന്നതെന്ന് ആ വാങ്ങിക്കാൻ വന്നവരങ്ങ് പേടിച്ചു പോകും. അതേസമയം ഇവർക്ക് വിറ്റരാൻ വേണ്ടി വന്ന അയാളും ഈ ലേഡി ചുമ്മാ തള്ളുവെന്ന് അറിഞ്ഞ് ഇവർ ഉദ്ദേശം എന്തോന്ന് ചോദിക്കും. അപ്പോഴാണ് നിയാന്റെ അമ്മയും കരഞ്ഞോണ്ട് ഇവിടെ മരിച്ചില്ല, സോറി തെറ്റിപ്പോയി, പക്ഷെ ഇവിടാണ് വയ്യാതെ അസുഖം വന്നൊക്കെ കടന്ന്, അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര ഇമോഷണല എന്നിട്ട് അവർ ഓരോ സീൻ ഉണ്ടാക്കുമ്പം വാങ്ങിക്കാൻ വന്നവര് പേടിച്ച് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവരുടെ ആക്ടിങ് എല്ലാം പതിയെ നിർത്തുമ്പം മറ്റു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അങ്ങേരാണ് ചുമ്മാ ഒരാളെ പറഞ്ഞയച്ചെന്ന് പറഞ്ഞ് ഇത് അത്രയ്ക്കുള്ള ഭക്ഷണം ആകത്തില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറിയില്ല, പിന്നെ ലീഗലായിട്ട് ആക്ഷൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അയാൾ പേടിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനേശം അവിടേക്ക് വന്ന് നീയാനാണ് സത്യത്തിൽ നമ്മൾ മാറേണ്ടി വരും അമ്മയെന്ന് പറഞ്ഞ് അവളും പേടിച്ച് അടുത്തേക്ക് വരുമ്പം ഇവളുടെ അമ്മയാണ് എന്തായാലും ഇത്രയും വർഷമൊക്കെ ഇവിടെ താമസിച്ചുകൊണ്ട് ഇനി പഴയ വീട്ടിലേക്ക് പോയേ പറ്റത്തുള്ളൂ എന്നറിയും. കാരണം ഷീഗോന്റെ അച്ഛൻ ഇപ്പൊ ഇവര് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ ആണുങ്ങളൊക്കെ ഇങ്ങനെ അടിയെന്നറിഞ്ഞ് അവളുടെ അമ്മ എല്ലാത്തിനും തയ്യാറായിട്ടിരിക്കുമ്പം ഇവിടെ നീയാനാണ് മൊത്തം ദേശീയത്തി ഇത്ര റിച്ച് ആയിട്ടുള്ള ജീവൻ തന്നിട്ട് വീണ്ടും ആ പഴയ ജീവിതത്തിലേക്ക് പോകണം എന്നറിഞ്ഞ് ഇവൾക്ക് പറ്റത്തില്ലെന്നറിയും. അങ്ങനെ അതോടെ അവളുടെ അമ്മയാണ് ഷോക്കായിട്ട് ഇവളെന്തോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവർക്കൊന്ന് പിടിയിട്ടായിരിക്കുമ്പം നിയാനാണ് ആദ്യമേ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിച്ചായിരുന്നെങ്കിൽ അവൾക്കൊരു കുഴപ്പമില്ലെന്നറിയും. പക്ഷെ ഇങ്ങനത്തെ ലൈഫൊക്കെ കാണിച്ചിട്ട് അവൾ ഇനി എങ്ങനെയാ പഴയതുപോലെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് അവളുടെ അമ്മ ഒരു സെൽഫിഷാന്ന് പറഞ്ഞ് അവൾ ദേശീയത്തെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് ഇവളുടെ അമ്മയാണ് പുച്ഛത്തി ഇവള് പൈസ എല്ലാം കൊണ്ടുപോയി നഷ്ടത്തിലാക്കിയിട്ട് ഇപ്പൊ ഇവരെ വഴക്കുറയുന്നെന്ന് പറഞ്ഞ് അവർക്ക് നല്ല വിഷമായിരിക്കും. അതിനുശേഷം ഇവിടെ റോങ്ങിനെ കാണിക്കുക. അങ്ങനെ അവൾ ഇവിടെ നിന്ന് വേറെ കമ്പനിയിലേക്ക് ജോലി മാറാൻ പോവുക. അതുകൊണ്ട് അവസാനമായിട്ട് അവളുടെ കൂട്ടുകാരെ കണ്ട് ബായ് പറയാൻ വേണ്ടി വരുമ്പം അവളുടെ കൂട്ടുകാരിയാണ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഷെങ്യോൻ കമ്പനി വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ടാ മാറുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് റോങ്ങും പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനി ആണെങ്കിലും ഇപ്പൊ അവിടുത്തെ ബോസ് ലിന്നന്റെ കസിൻ ആയതുകൊണ്ട് അവനെ കൊണ്ട് കമ്പനി മുമ്പോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഫ്യൂച്ചർ ഇവളവിടെ വർക്ക് ചെയ്യാണ്, മിക്കവാറും അവളും പിന്നിലോട്ടേ പോകത്തുള്ളെന്ന് അറിഞ്ഞ് അവൾ അതുകൊണ്ടാ മാറുന്നതെന്ന് പറയും. കൂടാതെ ഷീഗോൻ ഇവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നുകൊണ്ട് ആ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിലും ഇവൾ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ കാര്യം കൂട്ടുകാരോട് പറയുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഇവൾ അങ്ങനെയൊക്കെ ഇൻഫോർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് കൊടുത്തോന്ന് ചോദിക്കും. അപ്പോഴാണ് റോങ്ങും അവൾ അങ്ങനെ ചെറ്റത്തരം കാണിക്കുന്നതെന്ന് അറിഞ്ഞ് അവൾ അത് കാരണം ഈ കമ്പനിയിൽ നിന്ന് പോകുന്നതെന്ന് ഇപ്പൊ അവസാനം കൂട്ടുകാരിക്ക് ഗുഡ് ബൈ പറയും. അങ്ങനെ അത് അവൾക്ക് മാത്രം പറയുന്ന ഗുഡ് ബൈ അല്ല, ഷുവാൻഷനും കൂടെ പറയുന്ന ഒരു ഗുഡ് ബൈ ആണ്. കാരണം അവനുള്ള സ്ഥലത്ത് ഇവളിനി ജോലിയായിരിക്കാൻ വേണ്ടിയാ ഇവൾ ഇവിടെ നിന്ന് മാറി ദൂരേക്ക് പോകുന്നത്. അങ്ങനെ അതുകൊണ്ട് അവന്റെ ബാങ്ക് നോക്കി ഇവളെ വിഷമിച്ചോണ്ടിരിക്കുമ്പം ഇവളുടെ കൂട്ടുകാരിയും എങ്കിൽ പിന്നെ ഷുവാൻഷനെ കണ്ട് ഇവള് പോകാൻ പോകുന്ന കാര്യം പറയുന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് റോങ്ങും ഇവർ തമ്മിൽ എപ്പോഴേ ഗുഡ് ബൈ പറഞ്ഞെന്നറിഞ്ഞ് അവൾ അന്ന് നടന്ന സമ്പത്തിനെ കുറിച്ച് പറയും. അങ്ങനെ അവൻ പറഞ്ഞ പോലെ തന്നെ അവനോ റീസൺ ആക്കി ഇവള് ഷീഗോനോട് ദേഷ്യപ്പെട്ടായിരിക്കും എന്നറിഞ്ഞ് അവസാനം ഇവളിപ്പോ ഇവിടുന്ന് സ്ഥലം മാറിപ്പോകും. അതിനുശേഷം ഷീഗോനോട് മറ്റേ കല്യാണം കഴിഞ്ഞ കൂട്ടുകാരിയും റോങ് പോയ കാര്യം അറിഞ്ഞ് അവൾ വിഷമിച്ച് സംസാരിക്കുമ്പോഴാണ് അവളോട് ഗുഡ് ബൈ പറയാതെ പോയതിന് അവൾക്ക് സങ്കടം ഉണ്ടെന്നറിയും. അപ്പോഴാണ് ഷീഗോനും അവൾക്ക് വലിയ സങ്കടം ഒന്നുമില്ലെന്നറിഞ്ഞിട്ട് എന്തായാലും ഇവള് ആ പഴയ കോളേജ് സമയമൊക്കെ മിസ് ചെയ്യാന്നറിയും. അപ്പോഴാണ് അതേസമയം ലിന്നെ ഇവളെ ഫോൺ വിളിച്ച ഉടനെ അവൾ ലിന്നന്റെ കൂടെ ഇപ്പൊ ഡിന്നർ അയക്കണം എന്നറിഞ്ഞ് അവളുടെ കൂട്ടുകാരിക്ക് ബായ് പറയും. അങ്ങനെ അതിനുശേഷം ഷീഗോന്റെ ഫാമിലി ആയിട്ട് അവനും പുറത്ത് ഡിന്നർ അയക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഇവരൊക്കെ ആ സ്ഥലം വിജയിച്ചതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷീഗോന്റെ ആന്റിയും അവരാ ലേലത്തിന് പോയപ്പോ ഇവർ രണ്ടുപേരും ഏതോ വസ്തു വാങ്ങിക്കാനൊക്കെ പോയെന്ന് അവരറിഞ്ഞെന്നറിയും. അങ്ങനെ അതിനെ കുറിച്ച് തിരക്കുമ്പോഴാണ് ഇത് കേട്ട് എല്ലാവരും കൂടെ ഷോക്കായി എന്ത് വസ്തു എന്നറിഞ്ഞ് ഷീഗോന്റെ അമ്മ ചോദിക്കും. അപ്പോഴാണ് ലിന്നും അവർ താമസിക്കാൻ വേണ്ടി അവനൊരു സ്ഥലം വാങ്ങിക്കാൻ പോയതെന്നറിയും. അങ്ങനെ രണ്ടുപേരും ജോലി ചെയ്യുമ്പോൾ അവർക്ക്
അവർക്ക് ആ വീട് അടുത്തായിരിക്കും എന്ന് പറയുമ്പം ഇത് കേൾക്കുന്ന അനിയനാണ് എങ്കിൽ പിന്നെ കല്യാണത്തിന് തയ്യാറായെന്നറിഞ്ഞ് അവൻ ഡയറക്റ്റ് ആയിട്ട് വയ്ക്കും. അപ്പരാണ് ലിന്നും ഷീഗോൻ ഇനി കുറെ പ്രായമുള്ളതുകൊണ്ട് ഇപ്പൊ കല്യാണത്തിനെ കുറിച്ചൊന്നും അവർ സംസാരിക്കുന്നില്ലെന്ന് പറയും. അപ്പരാണ് അവളുടെ അങ്കിളാണ് എങ്കിൽ പിന്നെ വാങ്ങിച്ച സ്ഥലം നോക്കട്ടെ എന്നറിഞ്ഞ് അദ്ദേഹത്തെ എടുത്ത് നോക്കുമ്പോൾ ഷീഗോന്റെ കമ്പനിയുടെ അടുത്തിരുന്ന് അത് അടുത്താണ്. പക്ഷെ ലിന്നിനാണ് 1 മണിക്കൂർ യാത്ര ചെയ്ത് അവിടേക്ക് വരണം. അതുകൊണ്ട് ഇവനത് ദൂരെല്ലാം ചോദിക്കുമ്പോൾ അവനാണ് എന്തായാലും ഇവനല്ലേ സെറ്റാക്കിയെന്നറിഞ്ഞ് അവൻ ഇത്രയെങ്കിലും എഫേർട്ട് എടുക്കണം എന്ന് പറയും. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന അനിയനും ഈ ഡയലോഗൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചോട്ടെ എന്നറിഞ്ഞ് അവന്റെ ഫ്യൂച്ചർ ഗേൾ ഫ്രണ്ടിനോട് പറയാൻ വേണ്ടി അവൻ സേവ് ചെയ്ത് വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവന്റെ അച്ഛനാണ് നീ സീക്രട്ട് ആയിട്ട് നീ വല്ലവരും ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിക്കുമ്പോൾ ഇവനാണ് അങ്ങനെയല്ല സെറ്റായി ഞാൻ എല്ലാവരോടും പറയത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഓപ്പൺ ആയിട്ടിരിക്കും. അതിനുശേഷം അവരൊക്കെ ഷീഗോന്റെ അച്ഛനെ കുറിച്ച് തിരക്കുമ്പോഴാണ് അവളാണ് അച്ഛൻ അവസാനമായിട്ട് ഇവൾക്ക് കൺഗ്രാജുലേഷൻ മെസ്സേജ് അയച്ചെന്ന് പറയും. പക്ഷെ ഇവള് തിരിച്ച് അച്ഛന്റെ അടുത്ത് പോലെ എത്തത്തില്ലെന്ന് പറഞ്ഞ് അവൾ തിരിച്ച് റിപ്ലൈ ഇട്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവളുടെ അങ്കിൾ ആന്റിക്കും കൂടെ ചിരി വരും. അങ്ങനെ അതിനുശേഷം ഷീഗോന്റെ അമ്മയും ലിന്നിന്റെ അപ്പൂപ്പനെ കുറിച്ച് തിരക്കുമ്പോഴാണ് അവനാണ് അദ്ദേഹം ഇവനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുവാന്ന് പറയും. ഇത് കേട്ട് ഷീഗോനാണ് ഇവനെ വഴക്കുറയാൻ വരുവാണെങ്കിൽ എങ്കിൽ പിന്നെ അവൾ കൂടാരെന്ന് പറയുമ്പോൾ ലിന്നാണ് സംസാരിച്ചപ്പോ സമാധാനത്തിൽ സംസാരിച്ച ഒരേശം വഴക്കുറയാണ് ഇവളെ തീർച്ചയായിട്ടും വിളിക്കുമെന്ന് പറഞ്ഞ് അവന് ചിയർസ് ചെയ്യും. അതോടെ അവളാണ് മൊത്തത്തിൽ പെട്ടുപോയി അത് കൊള്ളാന്ന് പറഞ്ഞ് ഇവന് താങ്ക്സ് പറയും. അങ്ങനെ അവന്റെ അപ്പൂപ്പൻ അവനെ കാണാൻ വന്നത് ഇവന്റെ കസിൻ ഒന്നിനും കൊള്ളാത്തോണ്ട് എല്ലാ പണി ഇവന്റെ അടുത്ത് ഏൽപ്പിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് അദ്ദേഹം ആ വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഇവനോട് സംസാരിക്കുമ്പോഴാണ് ലിന്നാണ് ആ ഫ്യൂച്ചറിൽ അവൻ ലാബിലെ വർക്ക് ചെയ്യത്തോളം പറഞ്ഞ് അദ്ദേഹത്തിന് ഏൽപ്പിക്കാൻ വേറെ ആളെ വേണമെങ്കിൽ ഇവന്റെ വേറെ 2 കസിനും കൂടെ നോക്കാൻ പറയും. അങ്ങനെ അവരിപ്പോ പഠിച്ചിറങ്ങുന്നേ ഉള്ളു. പക്ഷെ ഇവന്റെ കസിനേക്കാളും അവര് ബെറ്റർ ആണ്. അതുകൊണ്ട് അവനും പറയാൻ തോന്നിയെന്ന് പറഞ്ഞ് ഇപ്പൊ അപ്പൂപ്പനോട് ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ഐഡിയ ആയിട്ട് തോന്നും. എന്നിട്ട് അന്ന് രാത്രി ഷീഗോനും വർക്കെല്ലാം കഴിഞ്ഞിട്ട് ലിന്നെന്തോ ഇതുവരെ ഫോണൊന്നും വിളിക്കാത്തെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ അവനാണ് അനക്കം ഇല്ലാതെ ഇവളുടെ പുറകെ വന്നിങ്ങനെ ഇരിക്കും. ഇതോടെ അവളാണ് ഷോക്കായിട്ട് ഇവൻ എപ്പോഴാ വന്നേന്നറിഞ്ഞ് ഇവന്റെ അപ്പൂപ്പൻ വല്ല വഴക്കുറഞ്ഞു ചോദിക്കുമ്പോൾ അവൻ തിരിച്ചൊന്നും പറയാതെ ഇവളെ തന്നെ നോക്കും. അപ്പോഴാണ് അവളും വഴക്കുണ്ടാക്കുവാണെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, പക്ഷേ വർക്കുണ്ടായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല സോറി എന്നിന് അവളും പറയുമ്പം അവനാണ് ഇപ്പൊ തന്നെ വർക്ക് ഫസ്റ്റ് എടുക്കുവാണ് ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നറിഞ്ഞ് ഇവനപ്പോ ഒരു വിലയും തരത്തില്ലെന്ന് ചോദിക്കും. അതോടെ അവളും വെറുതെ ഇങ്ങനെ ആക്ടിങ് ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞ് ഇവന്റെ അപ്പൂപ്പനായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ നല്ലെന്ന് വിചാരിച്ച അവൾ വരാത്തേന്ന് പറയും. അതിനേശം അവനും ഇന്ന് ഇവളുടെ ചെലവാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് പോകുമ്പോൾ അവളാണ് കുറച്ച് വർക്കുണ്ടെന്ന് പറഞ്ഞ് നൈസിന് ഒഴിഞ്ഞു മാറാൻ നോക്കും. ഇതോടെ അവനാണ് എങ്കിൽ പിന്നെ അവന് വർക്ക് ചെയ്യാൻ പോകുന്നറിഞ്ഞ് അവന്റെ ഓഫീസിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവള് പുറകെ വന്ന് അവനെ തടഞ്ഞു നിർത്തി അവൾ ചുമ്മാ ഇവനെ കളിയാക്കിയതാന്ന് പറയും. അതിനേശം അവനും പെട്ടെന്ന് അവളെ കിസ് ചെയ്യുമ്പോൾ ഇവളാണ് സംസാരിക്കുമ്പോൾ തന്നെ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നറിഞ്ഞ് അവള് പെട്ടെന്ന് തിരിച്ച് അവനെ കിസ് ചെയ്യും. അങ്ങനെ അതിനേശം അവളും ഇവള് കിസ് ചെയ്യുന്ന വ്യക്തി ഇതുവരെ മാറില്ലെന്ന് പറയുമ്പം അവനാണെങ്കിൽ പിന്നെ ഒന്നും കൂടെ ട്രൈ ചെയ്യാന്നറിഞ്ഞ് ഇവ 2 റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞ അവസാനം ഷീഗോൻ ലിന്നും കൂടെ നിർമ്മിച്ച പുതിയ കമ്പനിയുടെ ഓപ്പണിംഗ് ആയിരിക്കും. അങ്ങനെ അതെല്ലാം ഇവർ ഗ്രാൻഡ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് അവസാനം ലിന്നും ഷീഗാനും കൂടെ അടുത്തുള്ള ഗാർഡനിലേക്ക് ചെല്ലുമ്പോഴാണ് അവളാണ് ഇവിടെ ഇവനെ സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് അവിടുത്തെ തുണിയെടുത്ത് മാറ്റി നോക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ഇവൻ അറിയാതെ സർപ്രൈസ് എന്ന് പറഞ്ഞ് അവനതെടുത്ത് മാറ്റി നോക്കുമ്പോഴാണ് അവൾ ആ ഗാർഡന്റെ പുറത്ത് ലീഗ്വാൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടേക്കും. അപ്പോഴാണ് അവനും ഇവിടത്തെ പേര് എപ്പോഴാ മാറ്റിയെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോൾ ഇവൻ ഇവിടുന്ന് ലാബിലേക്ക് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അവന്റെ ഓർമ്മയ്ക്ക് ഇവിടെ പേരിട്ടേന്ന് പറയും. അതോടെ അവനാണ് ഹഗ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെ പോകാൻ മനസ്സിലൊന്ന് അവളോട് ചോദിക്കുമ്പോൾ അവളാണ് അതൊക്കെ മനസ്സൊരെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവൻ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ഇവിടെ കുടിക്കാൻ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ഉണ്ടാക്കി കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കും. അതിനുശേഷം ഇവർ 2 കൂടി ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അവളാണ് ഇവിടുത്തെ പേര് മാറ്റമുള്ള കാരണം ഇവൻ ഇനി ഇവിടെ ജോലി ചെയ്യത്തില്ലെന്നോർത്ത് അവൾ വിഷമിച്ചിട്ടാന്ന് പറയും. അപ്പോഴാണ് അവനും പെട്ടെന്ന് അവൾ അടുപ്പിച്ചിട്ട് അവൻ സോറി പറയുമ്പോൾ ഇവളാണ് സോറി ഒന്നും പറയണ്ട ഇവൾ ഇവനെ കുറെ മിസ് ചെയ്യാന്ന് പറയാൻ വേണ്ടിയ അവൾ ഇപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞെന്ന് പറയും. അല്ലാതെ ഇവന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവർ 2 കൂടെ അവിടെ നൂഞ്ഞാലടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് അവനും ഇനി ഇവളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അവളുടെ കൂടെ എപ്പോഴും കാണാൻ അവൻ തയ്യാറാന്ന് പറയും. അങ്ങനെ അവൻ മാരേജ് പ്രപ്പോസലാ ചെയ്യുന്നതെന്നറിഞ്ഞ് ഇവള് പെടുന്ന ഷോക്കായി ഇവൻ പെട്ടെന്ന് എന്തോ സീരിയസ് ആയെന്നറിഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവനും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ആ ഫ്ലോയിൽ പറഞ്ഞു ചെയ്തെന്നറിയും. ഇത് കേൾക്കുന്ന അവളും എങ്കിൽ പിന്നെ ഒന്നും കൂടെ പറയണമെന്നറിഞ്ഞ് ഇവൻ ആദ്യം പറഞ്ഞപ്പോ അവൾ റെഡി ആയില്ലെന്നറിയും. അതുകൊണ്ട് ഒന്നും കൂടെ അവനും ഇവനെ കല്യാണം കഴിക്കാൻ ഇവൾക്ക് താല്പര്യമുണ്ടോന്ന് ചോദിക്കുമ്പോൾ അതേസമയം അവൾ സന്തോഷത്തി അപ്പൊ തന്നെ സമ്മതം കൊടുക്കും. എന്നിട്ട് 2 വർഷം കഴിഞ്ഞ് ഇവരുടെ കല്യാണവും ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കും. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവരുടെ പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 2 പേർക്ക് വേറെ ജോലിയാണെങ്കിലും അവർ വീട്ടിൽ വന്നതിന് ശേഷം പിന്നീട് ഫുള്ള് റൊമാൻസ് ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവരുടെ വർക്കൊന്നും ഇതിനെ ബാധിക്കത്തില്ല. അങ്ങനെ ഷീഗോനും ഇവർ നിർമ്മിച്ച പുതിയ ഗുവാൻയു കമ്പനിയിലെ ബോസ് ആയിട്ട് മാറി. അതേപോലെ ഇവിടെ ലിൻ ലാബ് ഇരുന്നോണ്ട് നടക്കാൻ പറ്റാത്തവർക്കെല്ലാം റോബോട്ട് വഴി നടക്കാനുള്ള ഒരു അവസരം കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ അതിലാണ് അവന് സന്തോഷം. അങ്ങനെ അതിനുശേഷം ഇവിടെ ഷീഗോനും ബിസിനസ്സുകാരായിട്ട് പുറത്തേക്കും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ലിന്നാണ് ഓടിയെത്തും. ഇത് കണ്ട് അവളാണ് സന്തോഷത്തി ഇവനെന്തൊന്നും പറയാതെ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവനാണ് ഇവളോട് സന്തോഷമായിട്ടുള്ള കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് അവരുടെ എക്സ്പെരിമെന്റ് സക്സസ് ആയി എന്നറിയും. അങ്ങനെ അവിടെ നിന്ന് ഒരു 3 വർഷം കഴിഞ്ഞ് ഇവരുടെ ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. ഫ്യൂച്ചർ റോബോട്ടൊക്കെ
വന്ന് അളിയന് ഹായ് ബായ് ഒക്കെ പറഞ്ഞിട്ട് പോകും. അതിനുശേഷം അവൻ അവിടെ നിന്ന് നേരെ അവന്റെ മോളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പം അതിനുമ്പ് രാവിലെ തൊട്ട് ഇവ റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഷീഗോന്റെ ബിസിനസ് വീഡിയോ ഇവൻ വീണ്ടും എടുത്ത് വെച്ച് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ കണ്ട് അവന് സന്തോഷത്തി ഇന്ന് അവളെയും കൂടെ എയർപോർട്ടിൽ ചെന്ന് പിക്കപ്പ് ചെയ്യണമെന്ന് അവൻ ആലോചിച്ചുകൊണ്ട് ആദ്യം ഇവന്റെ മോളെ ചെന്ന് പിക്കപ്പ് ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് നേരെ അവനും ഷീഗോനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവളാണ് ഇവരണ്ടിനും കണ്ട് സന്തോഷത്തി ഓടി അവിടേക്ക് വരും. അതിനുശേഷം കൊച്ചിന് കിസ് കൊടുക്കുമ്പോൾ ലിന്ന അവനും കൂടെ ചോദിച്ചു വാങ്ങിക്കും. എന്നിട്ട് ഇവളുടെ ബിസിനസ് കോൺട്രാക്റ്റ് ഒക്കെ അവ രാവിലെ തൊട്ട് കാണുമായിരുന്നു പറഞ്ഞ് ഇവർ സംസാരിച്ചിട്ട് അവിടെ നടന്നു പോകുമ്പോൾ അതേസമയം അവിടേക്ക് വരുന്ന ഷുവാൻഷുവും ക്രിസും കൂടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് ക്രിസാണ് കണ്ടിട്ട് അവരോട് ചെന്ന് സംസാരിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൻ അവിടത്തെ നിൽക്കും. അപ്പോഴാണ് അവളും ഇവൻ ഒരു ദിവസം അവളോട് സോറി അയക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചില്ലെന്ന് പറഞ്ഞ് അതെങ്കിലും ചെന്ന് പറയുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവനാണ് അവളുടെ അടുത്ത് പോകാതിരിക്കുന്ന ഇപ്പൊ സോറി എന്ന് പറഞ്ഞ് അവൻ ഇവിടെ സങ്കടത്തിരിക്കും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന കെവിനാണ് അതല്ല ഇവൻ അന്ന് സഹായിച്ചെന്ന് ഇവന്മാർ പറഞ്ഞ് ആ ലിന്നെന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. ഇത് കേട്ട് ക്രിസും അവനെയൊക്കെ ഓർമ്മയുണ്ടോന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ കൂടുള്ള കൊച്ചിനെ ഓർമ്മയുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൻ ആ പെങ്കൊച്ചിനെ എവിടോ കണ്ട് ഓർമ്മയൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷെ എവിടാന്ന് പിടി കിട്ടുന്നില്ലെന്ന് ഇവൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ഇവന്റെ ഓർമ്മയൊക്കെ പോയതിനു ശേഷം എങ്ങനെ ഓർമ്മയാണെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങും. അതേസമയം അവളും അത് അവന്റെ വൈഫാന്ന് പറഞ്ഞ് ഇവനെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവളിപ്പോ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അതിനുശേഷം ഇവന്മാർ രണ്ടുപേരും കൂടെ അവിടെ നോക്കുമ്പോഴാണ് ഷുവാൻഷും ഷീഗോവും പോയ വഴി തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കോളേജ് വെച്ച് അവള് ബൈ ബൈ പറഞ്ഞ കാലിച്ച് നോക്കി അവൻ ഇതൊരു ബൈ ബൈ ആയിട്ട് കണക്കൂട്ടും. അതേസമയം വീട്ടിലേക്ക് വന്ന ഷീഗോനെ ലിന്നും കൂടെ കൊച്ചുറങ്ങിയതിനു ശേഷം അവർ തമ്മിൽ റൊമാൻസ് ആയിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഷീഗോനും ലിന്നും കൂടെ ഒരു ഫാമിലി ആയിട്ട് അവർ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഷീഗോനാണ് ഇവരാദ്യം ഡേറ്റ് ചെയ്തപ്പോൾ ഇവൾക്കൊരു സൂര്യനായിട്ട് വന്ന കാര്യമൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതൊക്കെ എപ്പോഴാണ് സംഭവിച്ചെന്ന് പറഞ്ഞ് ഒന്നറിയാത്തവരെ ചോദിക്കുമ്പോൾ ഇവളും ചുമ്മാ കളിയാക്കാതെ ഇവനാ പറഞ്ഞിട്ടുള്ള ഇവനൊരു സൂര്യനെ പോലെ ഇവളുടെ അടുത്ത് വരുമെന്ന് ആ പറഞ്ഞ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അവൻ അതേപോലെ സൂര്യന്റെ ഷേപ്പിൽ ഒരു ഓഫയിൽ ഉണ്ടായി കൊടുക്കും. അങ്ങനെ അതും കഴിച്ച് ഇവരൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നതോടെ നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുവാണ്. അങ്ങനെ ഈ ഡ്രാമ എത്ര ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റിൽ പറയുക. ഇനി ഇതേപോലെ അല്ലെ ഇതിനേക്കാളും കിടിലായിട്ട് ഒരു പുതിയ ഡ്രാമയിൽ കാണാം. 몇 년이라도 널 달려가 진정으로 원하고 있다면 두려워하지 말고 달려가 내 힘으로 이겨